കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തികൾ അതിരിടുന്ന പ്രകൃതി അതിന്റെ മുഴുവൻ സൗന്ദര്യവും വാരിവിതറിയ ഒരു യാത്രാ വഴിയുണ്ട്. അതാണ് താവളത്ത് നിന്നും മുള്ളി ചെക്ക് പോസ്റ്റ് വരെയുള്ള അതിർത്തി പാത. ഈ യാത്രയിൽ ഉടനീളം നമുക്ക് കൂട്ടായി കിന്നാരം പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് ഭവാനിപ്പുഴ അങ്ങനെ ഒഴുകുന്നുണ്ടാവും. പച്ചപ്പണിഞ്ഞ മലനിരകളും കാടിന്റെ കുളിർമയും ഭവാനിയുടെ കളകളാരവും ചേരുമ്പോൾ ഈ വഴികളിലൂടെയുള്ള ഓരോ നിമിഷവും വലിയൊരു ദൃശ്യവിരുന്നായി മാറുന്നു. അതിർത്തിയിലെ ആ മനോഹര തീരങ്ങളിലൂടെ പ്രകൃതിയോട് ചേർന്ന് മുള്ളി വരെയുള്ള ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്താലോ? പക്ഷേ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. നമ്മുടെ വിഷയം അതല്ല. റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350 അതിൻ്റെ നമ്മുടെ രണ്ടാമത്തെ സർവീസിലേക്ക് കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് റോയൽ എൻഫീൽഡ് പകർന്നു നൽകിയ ഫീലിങ്സുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അല്പം പ്രകൃതി ഭംഗിയും അങ്ങനെ ആസ്വദിച്ചു പോകാം. നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ കാണുന്ന മനോഹരമായ താവളം മുള്ളി അതിർത്തി റോഡിലൂടെയുള്ള യാത്ര അതിമനോഹരമല്ലേ? ഒരു വശത്ത് പാട്ടുപാടി ഒഴുകുന്ന ഭവാനിപ്പുഴയും മറുഭാഗത്ത് പച്ചപ്പണിഞ്ഞ മലനിരകളും. ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വികാരമുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350, നമ്മുടെ ബറ്റാലിയൻ ബ്ലാക്ക് വേരിയന്റ് കേട്ടോ. വണ്ടി ഇപ്പോൾ രണ്ടാമത്തെ സർവീസിലേക്ക് അടുക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഈ കഴിഞ്ഞ കിലോമീറ്ററുകളിൽ ഉടനീളം എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്ത കാര്യങ്ങൾ, ഇതിന്റെ ഗുണങ്ങൾ, പോരായ്മകൾ എന്നിവ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ബുള്ളറ്റ് 350യുടെ കംഫർട്ട്. സുഹൃത്തുക്കളെ, എത്ര ദൂരം വേണമെങ്കിലും യാതൊരു ക്ഷീണവുമില്ലാതെ യാത്ര ചെയ്യാം. അതാണ് ഈ പുതിയ ജെ സീരീസ് ബുള്ളറ്റ് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ്. പണ്ടത്തെ പോലെ വലിയ വൈബ്രേഷനുകളോ കൈകഴപ്പോ ഒന്നുമില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ വണ്ടി ഓടിക്കാനുള്ള ഒരു പ്രത്യേക ഊർജം ഈ വണ്ടി നമുക്ക് നൽകുന്നുണ്ട്. സീറ്റിന്റെ കുഷ്യനിങ് ആണെങ്കിലും നമ്മുടെ റൈഡിംഗ് പോസ്റ്റർ ആണെങ്കിലും അത്രത്തോളം പെർഫെക്റ്റ് ആണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ ഫ്രണ്ട് ഫോർക്കിൽ വരുത്തിയ മാറ്റങ്ങളാണ്. പഴയ വണ്ടികളിൽ കുഴികളിൽ വീഴുമ്പോഴും മറ്റും ഫ്രണ്ടിൽ നിന്ന് ഭയങ്കരമായി ചാടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഫ്രണ്ട് ഫോർക്കിലെ ആ മാറ്റങ്ങൾ വണ്ടിക്ക് വലിയ രീതിയിലുള്ള സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട് എന്നാണ് പറയാനാവുക. വലിയ ചാട്ടങ്ങളില്ലാതെ റോഡിൽ കൃത്യമായി ഗ്രിപ്പ് ചെയ്തു പോകുന്ന ആ ഒരു യാത്രാ സുഖം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ മുള്ളി റോഡിലെ വളവുകളിലും തിരിവുകളിലും ഒക്കെ ആ സ്റ്റെബിലിറ്റി എത്രത്തോളം മികച്ചതാണെന്ന് നന്നായി അനുഭവിച്ചറിയാൻ തന്നെ കഴിയുന്നുണ്ട്. അപ്പോ കംഫർട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്നാൽ ഇനി ഇതിന്റെ പ്രശ്നങ്ങളിലേക്ക് വന്നാലോ? എത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഒരു റൈഡർ എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ബുള്ളറ്റ് 350യുടെ കൂടെ ഉണ്ട് കേട്ടോ. അത് തുറന്ന് പറയുക തന്നെ വേണം. അങ്ങനെ എല്ലാവരും പറയുമോ? പറയില്ല. നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാര്യം, വണ്ടി എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രത്യേകിച്ചും ഇതൊരു ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ പൊടിയും ചെളിയും പെട്ടെന്ന് എടുത്ത് കാണിക്കും. മഴക്കാലത്ത് വണ്ടി വൃത്തിയായി സൂക്ഷിക്കുക എന്നത് ശരിക്കും ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. മഴക്കാലത്ത് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ചെയിനുമായി ബന്ധപ്പെട്ടതാണ്. മഴവെള്ളവും അഴുക്ക് വെള്ളവും ചെളിത്തുള്ളികളും തെറിക്കുന്നതോടുകൂടി നമ്മൾ എത്ര വില കൂടിയ ലൂബ് അടിച്ചാലും അത് വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. അതിന് പകരമായി അവിടെ മണലും പൊടിയും കയറി പറ്റുന്നു. ഇതിന്റെ ഫലമോ കുറച്ചു ദൂരം പോകുമ്പോഴേക്കും ചെയിനിൽ നിന്ന് ഭയങ്കരമായ കരകര ശബ്ദം അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ചെയിനിൽ നിന്ന് ഫീൽ ചെയ്യും. അത്
ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് മഴക്കാലത്ത് ചെയിൻ ലൂബ് സ്പ്രേകൾക്ക് പകരം ഗിയർ ഓയിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി കട്ടിയുള്ള മഴക്കാലത്തിന് അനുയോജ്യമായ വെറ്റ് ലൂബുകളോ ഉപയോഗിക്കുക എന്നതാണ്. കൂടാതെ കൃത്യമായ ഇടവേളകളിൽ ചെയിൻ ക്ലീൻ ചെയ്യാനും ശ്രദ്ധിക്കുക. തുരുമ്പ് കയറുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ അത് വേറെയും വരും. ശ്രദ്ധിക്കുക, എത്ര തന്നെ ക്ലീൻ ചെയ്താലും സൈഡുകളിലൊക്കെ നമ്മൾ കൃത്യമായി ഇത് വീണ്ടും വീണ്ടും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയ ഒരു കാര്യം ഇതിന്റെ ബാക്കിലെ ബ്രേക്ക് ആണ്. നമ്മുടെ ബറ്റാലിയൻ ബ്ലാക്ക് മോഡലിൽ പിന്നിൽ ലൈനർ ബ്രേക്ക് ആണല്ലോ വരുന്നത്. ഈ മഴക്കാലത്ത് അതിനിടയിലേക്ക് ചെളിയോ വെള്ളമോ കയറി കഴിഞ്ഞാൽ പിന്നെ പറയുകയേ വേണ്ട. ബ്രേക്ക് പിടിക്കുമ്പോൾ വലിയ ലോറികളൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ കേൾക്കുന്നത് പോലുള്ള വലിയൊരു സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് റോഡിൽ പോകുമ്പോൾ ഭയങ്കര അലോസരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനുള്ള ഒരു പരിഹാരം കൂടി പറയാൻ കേട്ടോ. വെള്ളക്കെട്ടിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്നതിനിടയിൽ തന്നെ ബ്രേക്ക് പെഡൽ ചെറുതായി ഒന്ന് ചവിട്ടി പിടിച്ച് കുറച്ച് ദൂരം ഓടിക്കുക. അപ്പോൾ ആ ലൈനറുകൾ ഉരഞ്ഞ് ചൂടായി അതിലുള്ള വെള്ളം വറ്റിപ്പോവുകയും ശബ്ദം ഒഴിവാകുകയും ചെയ്യും എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ള ഒരു ടിപ്പ്. പക്ഷെ പലപ്പോഴും ഇത് സംഭവിക്കാറില്ല. ആ സൗണ്ട് ചിലപ്പോൾ തുടർച്ചയായി നമ്മളെ ഫോളോ ചെയ്യും. പിന്നെ വീലഴിച്ച് ക്ലീൻ ചെയ്ത് ഒക്കെയാണ് ഇത് സാധാരണഗതിയിൽ ശബ്ദം ഇല്ലാതാവുക. അപ്പം ഡിസ്ക് ബ്രേക്കുകളാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. ഈ ഒരു ഡ്രം ബ്രേക്കുകളിൽ ഇത് വരുന്നു, ഇത്തരത്തിൽ സൗണ്ട് വരുന്നു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. സർവീസിന് കൊടുക്കുമ്പോൾ ലൈനറുകൾ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് വൃത്തിയാക്കാനും പ്രത്യേകം നമ്മളൊന്ന് പറയുന്നത് നല്ലതാണ്. അവർ ഒരു പക്ഷേ ചെയ്തേക്കാം. എന്തായാലും ഒന്ന് പറയാം. ഈ വണ്ടിയിൽ ഭയങ്കര അപകടകരമായി തോന്നിയ ഒരു ഡിസൈൻ പാളിച്ചയെക്കുറിച്ചും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. ബ്രേക്ക് പെഡൽ ഇരിക്കുന്ന പൊസിഷൻ നിങ്ങൾ ബറ്റാലിയൻ ബ്ലാക്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. സൈലൻസറിന്റെ ഭാഗത്തു നിന്നും അത് കുറച്ച് താഴേക്കാണ് പോയിരിക്കുന്നത്. ഈ മുള്ളി റോഡിലേതുപോലുള്ള ഹെയർ പിൻ വളവുകളിൽ വണ്ടി വലത്തോട്ട് ചെരിച്ച് തിരിക്കുമ്പോൾ ഈ ബ്രേക്ക് പെഡൽ നിലത്ത് ഉരയാൻ തുടങ്ങും. ശരിക്കും ബാലൻസ് തെറ്റി വണ്ടി മറിഞ്ഞു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു പോകുന്ന നിമിഷമാണിത്. എന്നാൽ ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന ഇതിന് മുകളിലുള്ള വേരിയന്റുകളിൽ ഈ പ്രശ്നവുമില്ല. കാരണം ഡിസ്ക് ബ്രേക്ക് ആകുമ്പോൾ അതിന്റെ ഓയിൽ പമ്പും മാസ്റ്റർ സിലിണ്ടറും ഒക്കെ വരുന്നത് മുകളിലേക്കാണ്. അതിനാൽ പെഡലും അല്പം മുകളിലായിരിക്കും. പക്ഷേ ബറ്റാലിയൻ ബ്ലാക്കിൽ ലൈനർ ബ്രേക്ക് ആയതുകൊണ്ട് ബ്രേക്ക് റോഡ് താഴേക്കാണ് വരുന്നത്. അതുകൊണ്ട് വലത്തോട്ട് തിരിയുമ്പോൾ നല്ല ശ്രദ്ധ വേണം കേട്ടോ. ചുരങ്ങളൊക്കെ കയറുമ്പോഴാണ് അത് അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അവസാനമായി പറയേണ്ട വലിയൊരു പോരായ്മ ഇതിൽ സ്ലിപ്പർ ക്ലച്ച് ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിലും ഈ മോഡലിൽ സ്ലിപ്പർ ടച്ച് കൊടുക്കാത്തത് വലിയൊരു മിസ്സായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്യുമ്പോഴൊക്കെ ബാക്ക് ടയർ സ്ലിപ്പ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കൃത്യമായ RPM-ൽ അല്ല നമ്മൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ചെറിയൊരു എഞ്ചിൻ നോക്കിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്ലിപ്പർ ക്ലച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് ഇതിലും എത്രയോ സ്മൂത്ത് ആകുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും എനിക്ക് നേരിടേണ്ടി വന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഇനിയിപ്പോ നമ്മൾ വണ്ടി രണ്ടാമത്തെ സർവീസിനായി കൊടുക്കാൻ പോവുകയാണല്ലോ. സെക്കൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം മേജർ ആയിട്ടുള്ള പണികളൊക്കെ വരുന്ന ഒരു സമയമല്ല. എഞ്ചിൻ ഓയിൽ മാറ്റുക, ഓയിൽ ഫിൽട്ടർ മാറ്റുക, എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യുക, മാറ്റുകയോ ചെയ്യുക, ഇതൊക്കെയാണ് തേർഡ് സർവീസിൽ നമ്മളെ കാത്തിരിക്കുന്നതെങ്കിലും സെക്കൻഡ് സർവീസിൽ 5000 കിലോമീറ്ററിന്റെ ഈ ഒരു സർവീസിൽ നമുക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഈ ഫിൽട്ടർ മാറ്റുകയോ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ചിലരൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും റെക്കമെൻഡബിൾ അല്ല എന്ന് വേണം സെക്കൻഡ് സർവീസിൽ പറയാൻ. കാരണം നമ്മൾ 500 കിലോമീറ്ററിൽ ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 10000 കിലോമീറ്റർ വരെ സുന്ദരമായി ഓടിക്കാൻ ഈ ഓയിൽ മതിയാകും. കാരണം ഇപ്പോഴത്തെ സിന്തറ്റിക് ഓയിലുകളെല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചെയിൻ ലൂബ്രിക്കേഷനും അത് ചെയിൻ ടൈറ്റ് ചെയ്യുന്നതുമൊക്കെ ഈ സർവീസിൽ നമുക്ക് ചെയ്യാം. അതേപോലെ ഒരു വാട്ടർ സർവീസ് വരും. അങ്ങനെ പിന്നെ മറ്റെന്തെങ്കിലും തരത്തിൽ ഇഷ്യൂസ്, എന്തെങ്കിലും നെറ്റ് ബോൾട്ടുകൾ ലൂസ് ആവുക, ടയറുകൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുക തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് 5000ന്റെ സർവീസിൽ വരുന്നത്, സെക്കൻഡ് സർവീസ്. അപ്പോൾ 500ന്റെ ആ ഒരു സർവീസ് നമ്മൾ ചെയ്തത് കൊണ്ടും അവിടെ ഓയിൽ ചേഞ്ച് ചെയ്തത് കൊണ്ടും ഒക്കെ വളരെ എന്താ പറയാ, നമുക്ക് 10000 കിലോമീറ്റർ വരെ മറ്റു തലവേദനകൾ ഒന്നുമില്ലാതെ റോയൽ എൻഫീൽഡിന്റെ ഏത് വാഹനം ഇത്തരത്തിൽ തന്നെ ഓടിക്കാം എന്നുള്ളതാണ് പറയാനാവുക.
അപ്പൊ നേരത്തെ പറഞ്ഞ ആ ബ്രേക്കിൽ നിന്നുള്ള ശബ്ദത്തിന്റെ കാര്യം സർവീസ് സെന്ററിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞ് ആ ബ്രേക്ക് ഷൂ അഴിപ്പിച്ച് ക്ലീൻ ചെയ്ത് തന്നെ വെക്കണം. വണ്ടിയുടെ ജനറൽ ചെക്കപ്പും നട്ട് ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ രണ്ടാമത്തെ സർവീസിൽ നിർബന്ധമായി നടക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം വളരെ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ഈ സൗണ്ട് ഒക്കെ വരുന്നത് പലപ്പോഴും കുറച്ച് അരോചകമായിട്ട് തന്നെ നമുക്ക് തോന്നും. എന്നാൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാനാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞാലും ഒരു ബുള്ളറ്റ് ഓടിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഫീൽ തന്നെയാണ് അല്ലെ. ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം കൊണ്ടും ഈ ബറ്റാലിയൻ ബ്ലാക്ക് ഒരു കിടിലൻ ചോയ്സ് തന്നെയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, താവളം മുതൽ മുള്ളി വരെയുള്ള ഈ അതിർത്തിയിലൂടെ ഭവാനിപ്പുഴയുടെ തലോടലേറ്റുള്ള ഈ യാത്രയും വണ്ടിയുടെ വിശേഷങ്ങളും നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ കരുതുന്നു. നമ്മുടെ വീഡിയോകൾ വളരെ കുറഞ്ഞ അളവിലാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റു പല തിരക്കുകൾക്കിടയിൽ വീഡിയോകൾക്ക് എന്താ പറയുക, അത് സെറ്റ് ചെയ്യാനുള്ള താമസം നേരിടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ വെച്ച് നമുക്ക് റോയൽ എൻഫീൽഡിന്റെയും മറ്റു വാഹനങ്ങളുടെയും റിവ്യൂകൾ ചെയ്യാനാവും. താല്പര്യമുള്ളവർക്ക് കമന്റുകൾ ചെയ്യാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി നമുക്ക് കൂട്ടായി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ കമന്റുകൾ ചെയ്യുക. നിങ്ങളുടെ കമന്റുകളാണ് യഥാർത്ഥത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അഭിപ്രായങ്ങൾ കമന്റുകൾ ചെയ്തുകൊണ്ട് അടുത്ത ഒരു യാത്രയിൽ മറ്റൊരു കിടിലൻ കാഴ്ചയുമായി കാണാം. അതുവരേക്കും ബൈ.